ഉണ്ണിച്ചേട്ടൻ മാർക്കോയില് ഒരു തിരിച്ചുവരവ് നടത്തിയ പോലെ ഭയങ്കരമായും എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് വിജയേട്ടൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം വരട്ടെ എന്ന്. സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ എത്രത്തോളം അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ടൊരു ഒരു ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിന്റെ ശ്രമത്തിലാണ്. പഴയ നിവിൻ ചേട്ടനെ തിരിച്ചു വരും അങ്ങനെയൊന്നും പറയില്ല, അവനുണ്ട്, അവൻ ഇവിടെ തന്നെ ഉണ്ട്, അവന്റെ സ്പേസ് ഒന്നും പോകുന്നില്ല. അജിത് ചേട്ടൻ 4 പിള്ളേരില്ല, നല്ല കാശുണ്ടാക്കട്ടെ. 4 പിള്ളേരെ നോക്കണ്ടേ? അതെ, ഞങ്ങൾ എല്ലാരെക്കാളും കാശുണ്ടാക്കട്ടെ. അതിനുള്ള കൈനോട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് എവിടെയെങ്കിലും ആക്സിഡന്റലി? നിനക്ക് താല്പര്യം ചില ആൾക്കാരുമായിട്ട് ഇപ്പൊ അതും പറഞ്ഞു അല്ലേ, എന്റെ കംപ്ലീറ്റ് സീൻസും ഫോൺ വഴിയാണ്. എന്റെ വസ്തു തെറ്റിട്ട് ഹലോ നമസ്കാരം. ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പൂജ ചേച്ചി, വിനീതേട്ടൻ, സായി ചേച്ചി. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. നമ്മളിങ്ങനെ സയനോര ചേച്ചി വിളിക്കണോ, ഏജീസ് ജസ്റ്റ് നമ്പർ ആയതുകൊണ്ട് സയനോറ വിളിക്കണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. എനിവേ, എനിക്ക് ആദ്യത്തെ ഒരു ചോദ്യമാണ്, ഒരു ജാതി ജാതകം എന്നാണോ ഒരു ജാതി ജാതകം എന്നാണ്? എങ്ങനെ നമ്മൾ ഇതിനെ വായിച്ചെടുക്കണം? എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ. അതെ, ഒരു ജാതി ജാതകമായി. എനിക്ക് ആ ജാതകം വിനീതേട്ടന്റെ ജാതകത്തിനാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ അല്ല, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ജയശേട്ടന്റെ ജാതകത്തിനാണ്. ജയശേട്ടന്റെ ജാതകത്തില് ഉള്ള ഒരു 9 പെൺകുട്ടികളുടെ പേരുണ്ട്. അറിയോ അത് കറക്റ്റ് ആയിട്ട്? അയ്യോ, അതൊന്നും അറിയില്ല. അതൊന്നും അറിയില്ല. ജാതകത്തിലുള്ള പെൺപിള്ളേരുടെ പേരറിയില്ല. ഓർത്ത് വെക്കാറില്ല കുട്ടി. അപ്പൊ അതറിയില്ല. ഞാൻ 9 പേരുടെ പേര് അറിയായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ 2 ആൾക്കാർ ആ 9 പേരിൽ പെടുന്ന ആൾക്കാരാണോ? അല്ല അല്ല, അതിന് പുറമെയാണ്, വേറെ ലിസ്റ്റ്, വേറെ ലെവലാണ്. ശരിക്കും എങ്ങനെയുള്ള ക്യാരക്ടറാ ചേട്ടനത് ചെയ്യുന്നത്? ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കൺഫ്യൂഷൻസും പല ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് സബ്ജക്റ്റ്. പക്ഷെ ആ സബ്ജക്റ്റിന്റെ അകത്ത് വേറെ പല കാര്യങ്ങളും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. കല്യാണത്തിൽ കൂട്ടത്തല്ലുണ്ടെന്ന് തോന്നുന്നു. ഒരു ട്രെയിലർ അടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒബ്സർവേഷൻ വേണമെന്ന് എപ്പോഴും ഞങ്ങളുടെ ഓണർ പറയാറുണ്ട്. അതേപോലെ തന്നെ സായി ചേച്ചിക്ക് എങ്ങനെയുള്ള ഒരു ക്യാരക്ടർ? എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിനിമയില് പാടി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം എന്നുള്ള രീതിയിൽ ഇത് രണ്ടാമത്തേതാണ്. എങ്ങനെ ഉണ്ടായി? സത്യം പറഞ്ഞാൽ ഈ എന്താ പറയാ, എല്ലാവരും ഒരുമിച്ചിരുന്ന ഷൂട്ടല്ല, എന്റെ ഒരു 1 ഡേ ഷൂട്ടായിരുന്നു. ജസ്റ്റ് വന്ന് പിന്നെ അഭിനയിച്ച് തിരിച്ചു പോയ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അത് ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ പാട്ടാണോ സുഖം, നമുക്ക് ഒരു ലൈവ് കോൺസേർട്ട് ചെയ്യുന്നതാണോ അഭിനയിക്കണം? പാട്ട് നമ്മൾ എപ്പോഴും ചെയ്ത് ശീലമുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് ഈസിലി വരും. പക്ഷെ അഭിനയം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്നിട്ട് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറഞ്ഞപ്പോ ഞാൻ ടെൻഷൻ ആയിപ്പോയി സത്യത്തില്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ ഒരിക്കലും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു മേഖലയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോഴുള്ള ആ ഒരു ന്യൂനെസ്സും ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യും. ഇറ്റ് വാസ് റിയലി നൈസ്. വിനീതേട്ടന്റെ സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കാരണം എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ കോമ്പിനേഷൻ ഷോട്ട് ഇല്ല. എന്നാലും ഒന്ന് വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സീൻ ഉണ്ട്, പക്ഷെ ആ സീൻ നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ചില്ല. അല്ല, അതാ എന്താ ഉദ്ദേശിച്ചത്? ഒരു ക്രിസ്റ്റഫർ നോളന്റെ എന്തോ സംഭവിച്ചത്. ഇത് ഞാനല്ല സാർ, അവിടെ ഉള്ളത് ഞാനല്ല സാർ. പൂജ ചേച്ചി ഇതിന്റെ എവിടെയായിട്ട് വരും? ഇതിൽ ഞാനുണ്ടോ? ഉണ്ട്. ഞങ്ങള് സിബ്ലിങ്സ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പുള്ളിക്കാരന്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചു. അനിയനും ചേച്ചിയും അങ്ങനെ ഭയങ്കര സ്നേഹമൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് നല്ല രസമുള്ളൊരു സിനിമയായിരിക്കും എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു ഷൂട്ടാണ്. ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ തന്നെ എൻ്റെ ഒരു സെറ്റിൻ്റെ വൈബും, പിന്നെ അവിടുത്തെ തലശ്ശേരി ഭാഗത്തെ കുറേ നാട്ടുകാരും അവിടുത്തെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പാട്ടും ഒക്കെ ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരുന്നു അതിൻ്റെ ഒരു ഷൂട്ട് എന്ന് പറയാം. അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സായി ചേച്ചിക്ക് കുറച്ചുകൂടെ ഒരു നാട്ടിലൊക്കെയുള്ള സംഭവം അല്ലേ? തലശ്ശേരി, ചേച്ചി കണ്ണൂരല്ലേ? അപ്പൊ ഒരു നാടിന്റെ ഒരു വൈബൊക്കെ കയറി വന്നിട്ട് കറക്റ്റ് അവിടുത്തെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ അങ്ങനത്തെ ഒരു നമ്മളെ കണ്ണൂർ ഡയലക്റ്റിലുള്ളതാണ് വരുന്നത്. അത് ആ പോർഷൻ ആക്ച്വലി രസമായിരുന്നു. അതേപോലെ തന്നെ വിനീതേട്ടാ,
ഇപ്പൊ വിനീതേട്ടന്റെ ഇതിനു മുമ്പ് ഇപ്പൊ മോഹൻ സാറുമായിട്ട് ചെയ്ത സിനിമയാണെങ്കിൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ് ഇപ്പൊ അരവിന്ദന്റെ അതിഥികൾ എന്നുള്ളത്. അത് പ്രത്യേക നമ്മൾ ഈ ചില പേജസ് നോക്കുമ്പോൾ അതിനകത്ത് അതിനെ പറ്റിയിട്ടുള്ള റൈറ്റിംഗ്സ് ഇപ്പോഴും ഭയങ്കര റെലവെന്റാ. അപ്പൊ ഭയങ്കരമായൊരു ഹോപ്പ് ആൾക്കാർ വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ ഇതിന്റെ ട്രെയിലറിൽ കാണുന്നുണ്ട്. ആ ഒരു ഹോപ്പിൽ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പടമാണ്, അതെനിക്ക് പറയാൻ പറ്റും. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ് മോനങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് രാകേഷ് ചേട്ടൻ, എൻ്റെ കസിനാണ്. തിരയും ഗോതയൊക്കെ രാകേഷ് ചേട്ടനാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഹ്യൂമർ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്ത് വായിക്കുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടാണ് വായിച്ചിട്ടുള്ളത്, ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഹ്യൂമറൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ല, അമ്മാവനും മരുമോനും വരുന്നുണ്ട് അടുത്ത ഹിറ്റുമായിട്ടെന്നുള്ള സാധനം അവിടെ പറയുന്നുണ്ട്. അതുപോലെ നിഖില ചേച്ചിയുടെ ഒരു കോമ്പിനേഷൻ, നിങ്ങൾ 3 പേരും വരുന്ന ഒരു ഇതാണ്. അതിനകത്ത് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു, നിഖില ചേച്ചി തുടക്കത്തിൽ തന്നെ ട്രെയിലറിലൊക്കെ കൈപിടിച്ച് നിങ്ങളുടെ കയ്യിന് വേറൊരാളെ കാണിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ. അത്ര മോശം ജാതകമാണോ ഈ പറയുന്ന ജയേഷിന്റെ? അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതെ, പുള്ളിക്കാരൻ എന്താ ആക്ച്വലി പ്രശ്നം എന്താ പുള്ളിയുടെ? അത് പറഞ്ഞു കഴിഞ്ഞാൽ കഥ റിവീൽ ആയി പോലെ. പക്ഷെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും അയാൾ തന്നെ ഒരു പ്രശ്നമാണ്. ഈ ജയേഷ് എന്ന് പറയുന്ന ആള് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡും അയാള് ആസ് എ പേഴ്സൺ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അയാൾക്ക് ഭീകര പ്രശ്നങ്ങൾ അയാളുടെ ലൈഫിലും ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഹ്യൂമറസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കല്യാണം കഴിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ള സിനിമ ഉണ്ടല്ലേ അറിയാൻ അറിയുള്ളൂ. എന്നാലും ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്ന കുറെ കല്യാണ സിനിമകൾ ഭയങ്കര ഹിറ്റായിട്ടിരിക്കും. അതിനകത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഈ മൂവി പ്രൊമോഷൻസ് ഒക്കെ നടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടന്റെ കല്യാണത്തിന് ഈ പറയുന്ന ബാലുചേട്ടന്റെ കല്യാണത്തിന് അർജുൻ ചേട്ടൻ കൊരയിട്ട് സീനായി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതേപോലെ കല്യാണങ്ങളിൽ ഇതേപോലെ കൂട്ടുകാർ തന്ന പണികൾ എന്തെങ്കിലും ഓർമ്മ തന്നെ ഉണ്ടോ? എന്റെ കല്യാണത്തിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അനിയന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിനൊക്കെ എല്ലാം ഡീസന്റ് ആയിട്ട് നടന്നു. ഒരു പ്രശ്നം ഉണ്ടായി. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു? ഞങ്ങളെല്ലാം വളരെ മാന്യമായി കല്യാണം വരുമ്പോ നമുക്ക് കാര്യമായ ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ സായി ചേച്ചിയുടെ ഞാൻ നോക്കിയപ്പോ ശില്പ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായി, ഇവിടെ സയനോര ഫിലിപ്പ് അല്ല, മണ്ടത്തരം സയനോര ഫിലിപ്പ് എന്ന് ഇവളുടെ പേര് മാറ്റണം എന്ന്. ഭയങ്കരമായി മണ്ടത്തരമുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയുന്ന സയന ചേച്ചി അത്രത്തോളം മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അവർക്ക് എന്റെ കുറെ പേഴ്സണൽ സ്റ്റോറീസ് ഒക്കെ അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ മണ്ടത്തരങ്ങൾ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മണ്ടത്തരങ്ങൾ. 2024 ഒരു ഫേമസ് മണ്ടത്തരം നാട്ടുകാരോട് എന്നാ പിന്നെ നമുക്ക് നാട്ടുകാരോട് പറയണ്ട. കുറെ ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ആദ്യം ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോ ഞാൻ ഹരിതേനെ കണ്ടപ്പോ ഹരിതേനോട് ചോദിച്ചു, ഇത് ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ കഥ പോലെ ആണോ ആദ്യം? കാരണം ഇങ്ങനെ നിൽക്കുമ്പോ ഒരു അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പണ്ട് ടോവിനോടെ ഒരു ഫോട്ടോ വനിതയുടെ കവർ പിക്ചർ വന്നത് ഓർമ്മയുണ്ടോ? പുള്ളിക്കാരൻ നിന്ന് കുറേ ഗേൾസ് ബാക്കിൽ നിന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഈ അതോ കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള പാട്ടിലേക്ക് പോകണോ? ഇതിൽ ഏത് ജോണറിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ജോണറിലുള്ളൊരു സിനിമയാണല്ലോ ഇത്. ഞാൻ പറഞ്ഞ ഇതിന്റെ കഥ ആൾക്കാർക്ക് ഏതാണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്താണല്ലോ. അല്ല, ഏതാണ്ട് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് തന്നെ ആൾക്കാർക്ക് ഏതാണ്ട് കഥ പിടികിട്ടും. ഇതും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ റിവീൽ ആയി പോകും. ഇപ്പൊ ഭയങ്കരമായ ഒരു കോമഡി പടം ആയിരിക്കും എന്നുള്ളത് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് ഐ ഗോട്ട് മൈ ഡൈനോസർ എന്നുള്ള പാട്ട് വന്നപ്പോ ഇത് പുള്ളി കളി മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നുള്ളൊരു സാധനവും വരുന്നുണ്ട്. അതിന്റെ പാട്ടിന്റെ ഷൂട്ടൊക്കെ ഇങ്ങനെ ഒന്നും കാണരുത് പുകയടിച്ച് വിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒന്നും കാണരുത് പുകയടിച്ച് വിട്ടോ എന്ന് വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കണക്കിന് നന്നായി, പല സ്റ്റെപ്പും ആളുകൾ കണ്ടിട്ടില്ല. ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു? ഒന്നുമില്ല, ഞാൻ ആദ്യം തന്നെ മാസ്റ്റർ സോപ്പിട്ടിട്ട് പറഞ്ഞു, മാസ്റ്റർ എനിക്ക് സിമ്പിൾ സ്റ്റെപ്സ് മാത്രമേ തരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതെ, അതിന്റെ പാട്ടിന്റെ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം വിനീതേട്ടൻ ഭയങ്കര കണ്ണാടിയൊക്കെ വെച്ച് വേറൊരു വൈബിലാണ്. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എനിക്ക് മുദ്രകൾ കുറവാണ്. അമലാണ് കൂടുതൽ ഡാൻസ് ചെയ്തിട്ടുള്ളത്. അമലിനാണ് കൂടുതൽ ഡാൻസ്, എനിക്ക് ചെറിയ മൂവ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ ആന്റണി ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ ആരെങ്കിലും തല്ലാൻ വരും എന്നുള്ള കാര്യത്തില്
പേടിക്കണ്ട പുള്ളി നോക്കിക്കോളൂ എന്നുള്ളത്. അപ്പൊ ഇവരൊക്കെ കുറേ ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ആക്ടേഴ്സിനകത്തുണ്ട്. ഇപ്പൊ ആന്റണി ചേട്ടനെയൊക്കെ നമുക്ക് എല്ലാ പടത്തിലും അങ്ങനെ കിട്ടുന്ന ഒരാളല്ലേ. ഇപ്പൊ വരുന്ന സിനിമകളിലൊക്കെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സിനിമകളിലാണ് കണ്ടിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ആന്റണി ചേട്ടൻ? എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഹ്യൂമർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മേ ബി 1-2 സിനിമയിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ കണ്ട സിനിമയിലൊക്കെ ഞാൻ ആക്ഷൻ തന്നെ ചെയ്തിട്ടാണ് ബാബു ആന്റണി ചേട്ടനെ കണ്ടിട്ടുള്ളത്. ഇതിൽ അദ്ദേഹത്തിന്റെ വേറൊരു ഷെയ്ഡ്, ഒരു സീൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. ആ അത് ഞാനിങ്ങനെ അയവറക്കിയാലും ഒരു കാരണവശാലും ഞാൻ പുറത്തേക്ക് പറയത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു മൂവിയില് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതായത് ഗേൾസ് വെച്ച് നോക്കുവാണെങ്കിൽ കുറേ പെൺകുട്ടികളുണ്ട്. ഇവരെല്ലാവരുമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലുണ്ട്. ഇപ്പൊ ചില ആൾക്കാരുമായിട്ട് ഫോണിലാണ്, ചില ആൾക്കാരുമായിട്ട് ഇപ്പൊ അതും പറഞ്ഞു അല്ലേ, സായിട്ടുള്ള എന്റെ കംപ്ലീറ്റ് സീൻസും ഫോൺ വഴിയാണ്. സോറി ഓക്കെ, അത് പൊട്ടി. അപ്പൊ പല ആൾക്കാരുമായിട്ടും പല രീതിയിലാണ്. അപ്പൊ ഡയറക്റ്റ് സീൻസും ഉണ്ട്, എല്ലാവരുമായിട്ടൊരു കോൺവെർസേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ജാതകമൊക്കെ ഭയങ്കര വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നോക്കാറില്ല, എനിക്കുണ്ടോ ഇല്ലയോ അതിനെ പറ്റിയിട്ട് അറിയില്ല. വിശ്വാസം എന്നല്ല, നമ്മള് മീൻസ് ഫാമിലി വൈസ് നോക്കാറൊക്കെ ഉണ്ട്. മീൻസ് അത് പക്ഷെ അത് തന്നെ ഫോളോ ചെയ്യാ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ചില ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, ചില ആൾക്കാർക്ക് വിശ്വാസമില്ല. കൈ നോക്കി ഉള്ള പരിപാടി എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? സാധാരണ നമ്മളിവിടെ മറൈൻ ഡ്രൈവിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒക്കെ ചേച്ചി വരുന്നത് മോളെ നിന്ന് കല്യാണം ഈ വർഷം എന്തായാലും കഴിയുമെന്ന് പറയും. എനിക്ക് 2 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ എന്നെ കണ്ടിട്ട് പറഞ്ഞത് ഈ വർഷം എന്തായാലും മോളുടെ കല്യാണം കഴിയുന്നത്. അപ്പൊ അതേപോലുള്ള കൈനോട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് എവിടെയെങ്കിലും ആക്സിഡന്റലി? കൈയൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പാമിസ്ട്രി അറിയാന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര രസകരമായിട്ട് കേട്ട അങ്ങനെ എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? 3 കല്യാണം നടക്കുന്നു. വേണ്ട സാർ, ഇതിലെനിക്ക് കയ്യില്ലാട്ടോ. വിനീതേട്ടൻ ഓർമ്മയുണ്ടോ അങ്ങനെ? എന്റെ കൈ നോക്കിട്ട് എന്താ പറഞ്ഞേ? ഈ കൈ നല്ല കാര്യങ്ങളാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇനി പറഞ്ഞിട്ട് അത് കൊളാക്കുന്നില്ല. പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളായിട്ടുണ്ടോ? നിനക്ക് താല്പര്യം എനിക്കൊന്നു മതി. ഓർമ്മയുള്ള എന്തെങ്കിലും ഉണ്ടോ നടന്നത് ഒരു കാര്യം? ചില ആൾക്കാർ ക്യാൻവാസ് ചെയ്യാൻ വിളിക്കും, അത് നമുക്ക് കോള് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്ത വർഷമാകുമ്പോൾ വിനീതിന്, ഇപ്പോൾ പണ്ട് ഞാൻ പാടി തുടങ്ങിയ സമയത്ത് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷമാകുമ്പോൾ വിനീതിന് ഒരു മേജർ ഒരു അവാർഡ് കിട്ടും, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം എന്ന്. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ചൂണ്ടിട്ട് എന്തെങ്കിലും ഒരു അവാർഡ് ഇപ്പം എല്ലാവർക്കും കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥ എന്തെങ്കിലും ഒരു അവാർഡ് എല്ലാവർക്കും കിട്ടും. നമുക്ക് നേരിട്ട് കമ്മിറ്റിയിലുള്ള ആൾക്കാരെ പരിചയമുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒരു അവാർഡ് എനിക്ക് കിട്ടുന്ന അയാളൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പം ചൂണ്ടയിട്ട് പിടിക്കൂലേ. അപ്പോൾ ഒരു ബിലീവർ ആയിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല പുള്ളീനെ. ചിലപ്പോൾ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കും കേട്ടോ, ചിലപ്പോൾ പുള്ളി ജെന്യുവൻ ആസ്ട്രോളജർ ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ സംശയം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല. ഈ ലൈഫിൽ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ലൈഫിൽ ഒരാളെയൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? മീൻസ് ഭയങ്കര ഒരു കോമഡി സൈഡിൽ ചോദിച്ചതാ. ലൈക്ക് നമുക്കിങ്ങനെ ലൈഫില് ഇവരാണ് എന്റെ ശുക്രൻ, ഇവരാണ് എന്റെ ശനി, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടോ? ചില ആൾക്കാർ അടുപ്പിക്കരുതെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് എന്ത് പറഞ്ഞാലും രാവിലെ എഴുന്നേറ്റ് വന്നാൽ തന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അത് അവരുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റൂലല്ല. ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങും. അല്ലാണ്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റൂല. അവരെ നമ്മളെ കുഴിച്ചടിച്ചിട്ടേ പോവുള്ളൂ. ഭയങ്കര ബാഡ് എനർജി തരുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. പിന്നെ ചില ആൾക്കാരുണ്ടാവും ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ കലക്കാൻ സെൻസ് ഓഫ് ഹ്യൂമർ ആയിരിക്കും. അപ്പൊ ആ നെഗറ്റിവിറ്റി കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് ആ ഹ്യൂമർ എൻജോയ് ചെയ്യാലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഓക്കെയാണ്. ചേച്ചി എങ്ങനെ ഈ ഒരു സിനിമയിലേക്ക് വന്നത്? എനിക്ക് റാൻഡംലി എന്റെ കസിൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സായിച്ചി ഇങ്ങനെ ഒരു ഇതുണ്ട്, അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ വിനീതിന്റെ പടം കണ്ടപ്പോ ഞാൻ ഇനിയിപ്പോ വിനീതായിരിക്കും എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വിനീത് അഭിനയിക്കുന്ന പടമാണ്. അപ്പൊ അങ്ങനെ റാൻഡംലി വന്ന ഒരു സാധനമാണ്.
പിന്നെ എനിക്ക് ആക്ച്വലി എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം ഐ റിയലി വാണ്ടഡ് ടു ട്രൈ എന്നുള്ളൊരു തോട്ടായിരുന്നു. അങ്ങനെയാണ് ഈ പടത്തിൽ ഞാൻ എത്തിയത്. പൂജ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ നിന്നൊരു കോൾ വന്നപ്പോ? ഈ രോമാഞ്ചമൊക്കെ കഴിഞ്ഞ സമയത്താണ് രാകേഷ് ഏട്ടൻ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ തലശ്ശേരിയിൽ പോയി അവരെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വരുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എന്തായാലും ഈ പടത്തിൻ്റെ ഭാഗമാവണമെന്ന് തോന്നി അപ്പോഴാണ്. അങ്ങനെയാണല്ലേ. ഞാൻ എന്തോ ഒരു ചോദ്യം എൻ്റെ ഇടയ്ക്ക് ആലോചിച്ചായിരുന്നു, പക്ഷെ നിനക്ക് ചിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനതൊക്കെ മറന്നുപോയി. ഓക്കെ, ഞാൻ എന്നാ ഒരു കുറച്ച് ആൾക്കാരുടെ പേര് ഞാനിങ്ങനെ പറയാം. അപ്പം വിനീതേട്ടൻ ഒരു ആസ്ട്രോളജറെ പോലെ, അല്ലെങ്കിൽ അവർക്ക് ഒരു മറ്റേ ഒരു ടിപ്പ് കൊടുക്കുന്നത് പോലെ, ഒരു ഷടപട ഒരു ഉപദേശം. നമ്മളിങ്ങനെ സാധാരണ ആസ്ട്രോളജറെ കാണുമ്പോൾ നമുക്ക് ഭാവിയിലെ ഒരു 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 സാധനമൊക്കെ അല്ലേ, ഒരു മോട്ടിവേഷൻ ഒക്കെ അല്ലേ തരുന്നത്. മോട്ടിവേഷൻ അത് കോമഡി ആയിട്ട് എടുത്തോ, അതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഇതിനകത്ത് ആദ്യം ചേട്ടന്റെ കൈ നോക്കിയത് നിഖില ചേച്ചിയാണല്ലോ. അപ്പൊ നിഖില ചേച്ചിക്ക് ഒരു പ്രവചനം, നിഖില ചേച്ചിയുടെ ഒരു പ്രവചനം നടത്തുകയാണെങ്കിൽ. നിഖില ഇപ്പൊ വാഴ എന്ന് പറഞ്ഞിട്ട് തമിഴിൽ ഒരു ഗംഭീര സിനിമ ചെയ്തു. അപ്പൊ അതിന് നിഖിലക്ക് നല്ല റെക്കഗ്നീഷൻ കിട്ടട്ടെ. ഒരു പ്രവചനമല്ല, അങ്ങനെ നടക്കട്ടെ. ഒരു നല്ലൊരു അവാർഡ്, അങ്ങനത്തെ ഒരു റെക്കഗ്നീഷൻ വരട്ടെ. ഓക്കെ, നിവിൻ പോളി. ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരു സിനിമ നടക്കട്ടെ. അതെല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഉണ്ണിച്ചേട്ടൻ മാർക്കോയില് ഒരു തിരിച്ചുവരവ് നടത്തിയ പോലെ ഭയങ്കരമായും എല്ലാരും അങ്ങനെ, ഞാനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിവിൻ ചേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം വരട്ടെ എന്ന്. അപ്പൊ ഞങ്ങള് പ്രതീക്ഷിക്കട്ടെ. അല്ല, അങ്ങനെയല്ല, സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഐഡിയ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഐഡിയ തന്നെ നിൽക്കുകയാണ്, നോക്കാം. ഞങ്ങളുടെ പഴയ നിവിൻ ചേട്ടനെ തിരിച്ചു വരൂ. അങ്ങനെയൊന്നും പറയില്ല, അവനുണ്ട്, അവൻ ഇവിടെ തന്നെ ഉണ്ട്, അവന്റെ സ്പേസ് ഒന്നും പോകുന്നില്ല. അതൊന്നും പോയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കോമഡിയൊക്കെ ഭയങ്കര കിടിലനായിട്ട് എല്ലാം, പണ്ട് ലാലേട്ടനൊക്കെ കോമഡിയും ആക്ഷനും എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നെ. ആ ഒരു ബാലൻസിൽ എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് നിവിൻ പോളിനെ കേട്ടോ. ബേസിൽ യൂണിവേഴ്സിൽ വല്ലതും കയറിയായിരുന്നോ? ബേസി എത്രയും പെട്ടെന്ന് അവന്റെ പടം ഡയറക്റ്റ് ചെയ്യട്ടെ. അവനും ആഗ്രഹിക്കുന്നതാ. അവൻ എത്രത്തോളം അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ടൊരു ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിന്റെ ശ്രമത്തിലാണ്. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ശരി, ഡയറക്ടർ ബേസിലിനെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, അവൻ ആഗ്രഹിക്കുന്നതാ. അവൻ ആക്ടർ ആവാൻ വന്ന ആളല്ല. അപ്പോ അവൻ ആഗ്രഹിക്കുന്ന സംഭവം നടക്കട്ടെ. ബേസിൽ യൂണിവേഴ്സിൽ നിങ്ങൾ ആരെങ്കിലും കേറിയായിരുന്നോ? ഞാനൊക്കെ പണ്ടേ കയറിയിട്ടുണ്ട്, ഇതൊന്നും വീഡിയോ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. പണ്ടേ, നമ്മളതൊക്കെ പണ്ടേ വിട്ടാണല്ലേ. ഷാൻ റഹ്മാൻ നാളത്തെ പരിപാടി പൊളിക്കട്ടെ. ഞാനും ഉണ്ട്, നന്നാവണം. അതെ, എല്ലാരും ഉണ്ടല്ലേ? അല്ല, എന്നാലും ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും. എനിക്കത് തന്നെ പറയുള്ളൂ. അജിത് ചേട്ടൻ. അജുനെല്ലാം ഓക്കെയാണ്. അജു വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അജു ചെയ്യുന്നുണ്ട്. 4 പിള്ളേരില്ല, നല്ല കാശുണ്ടാക്കട്ടെ. 4 പിള്ളേരെ നോക്കണ്ടേ? അതെ, ഞങ്ങൾ എല്ലാരെക്കാളും കാശുണ്ടാക്കട്ടെ. അവൻ അതിന്റെ ആവശ്യമുണ്ട്. പ്രണവ് മോഹൻലാൽ മകനെ തിരിച്ചു വരുവാണോ? ഇല്ലില്ല, അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. എന്നാലും വിനീതേട്ടൻ പ്രണവിന് ഇനി അടുത്തതായിട്ട് പ്രണവിന്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എന്താ ആഗ്രഹം? എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ എയറിൽ അല്ല, അദ്ദേഹമായിട്ട് കുറച്ചെങ്കിലും കണക്ഷനുള്ള വളരെ കുറച്ച് ആൾക്കാരെ ഇവിടെ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമ്പോഴേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല, അപ്പു വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ നടക്കുകയാണ്. അവൻ അങ്ങനെ ജീവിക്കട്ടെ. ഒരാള് സമാധാനത്തിൽ ജീവിക്കട്ടെ, മനസ്സമാധാനത്തോടു കൂടി ഒരാൾ ജീവിക്കട്ടെ. അതെ, അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സുഖം. ധ്യാനിനെ പറ്റി എന്താ, ധ്യാനം ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതിക്ക് വേണ്ടിയിട്ടൊരു അവനിങ്ങനെ കൊതിച്ച് നിൽക്കുന്നുണ്ട്. അത് നടക്കട്ടെ. ലാസ്റ്റ് ആയിട്ട് ആസിയുടെ കാര്യം, നിവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പറയേണ്ടി വരും. ഞാനും ആസിയും ഞങ്ങൾ തട്ടം കഴിഞ്ഞ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞൽദോ ആസി അഭിനയിക്കുമ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് പടങ്ങൾ അങ്ങനെ ഒരുമിച്ചില്ല എന്നില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരുമിച്ചൊരു സിനിമ നടക്കട്ടെ. അതിനു മുമ്പ് എപ്പോഴെങ്കിലും അവൻ എൻ്റെ ഫോൺ എടുക്കട്ടെ. ഇപ്പൊ അവനും എടുക്കുന്നില്ല, സമയം എടുക്കുന്നില്ല. ഒരു ദിവസം, ഇപ്പൊ ഒരു 4 ദിവസം മുമ്പ് ആസി പെട്ടെന്ന് എന്നെ വിളിച്ചു. അപ്പോ ഞാനിങ്ങനെ ഫോൺ എടുത്തിട്ട്, മുതലാളി
ഞാൻ ലിറ്ററലി അങ്ങനെയാ പറഞ്ഞത്. എന്താ വിനീത്? ഓ ഞാൻ പറഞ്ഞു കിട്ടൂലല്ലോ. വല്ലാണ്ടിലും കിട്ടുന്നു. ഇപ്പൊ ലോട്ടറി എടുത്താൽ ഇപ്പൊ അടിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സെഷൻ കഴിഞ്ഞു. അതിൽ ഇനി നമ്മുടെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോ മോഹൻ സാറ് ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ, ഇപ്പൊ മാണിക്കക്കല്ലാണ് ആവട്ടെ, കഥ പറയുമ്പോഴാവട്ടെ, എല്ലാത്തിലും കോമഡി ഉണ്ട്. എന്നാൽ അതിനകത്ത് ഭയങ്കരമായിട്ട് എവിടെയോ നമ്മളെ ലാസ്റ്റ് നന്നായിട്ട് കരയിക്കുന്ന, ഇമോഷണലി നമ്മളെ ഒന്ന് പിടിച്ചിരുത്തുന്ന ഒരു സീൻ ഉണ്ടാവും. അങ്ങനെ ഒരു സീൻ നമ്മുടെ ഒരു ജാതി ഒരു മതം, ഒരു ജാതി ഒരു ജാതകം നമുക്ക് തരുന്നുണ്ട്. കാരണം എനിക്ക് ഇത് ട്രെയിലർ ഉണ്ടാവും ഫുൾ ഒരു എന്റർടൈൻമെന്റ്, ഒരു കോമഡി മൂവി ആയിട്ടാണ്. അങ്ങനെ ഒരു സീനും ഇല്ല. ഇതല്ല അങ്ങനെ പരിപാടി നമ്മൾ ഫുൾ ഒരു എന്റർടൈൻമെന്റ്, ഭയങ്കര ലൈറ്റ് ആയിട്ട് ഉള്ളൊരു മൂഡില് ആൾക്കാർക്ക് വന്ന് ഒരു പടത്തിന് മൊത്തത്തിലൊരു മാഡ്നെസ് ഉണ്ട്. അത് കൃത്യമായിട്ട് തിയേറ്ററിൽ വർക്ക് ആവുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എഗെയിൻ ഇത് ഭയങ്കര ട്രിക്കിയാണ്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും പോവാം. അതാണ് നമ്മൾ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ വായിച്ചപ്പോൾ ഉള്ളതുപോലെ തന്നെ ആളുകൾക്ക് സിനിമ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ആവട്ടെ, ഫിംഗേഴ്സ് ക്രോസ്ഡ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിനിമയിൽ അലംബൻസിന്റെ ടീമുണ്ട്. അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഇങ്ങനെയുള്ള അവന് പേര് മാറ്റിയാ കൊള്ളാൻ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അലംബൻസ് എന്ന് പറഞ്ഞിട്ട്. അല്ല, ഇപ്പൊ താഹ അവരുടെയൊക്കെ കോണ്ടന്റുകൾ അത്ര റീച്ച് ഉള്ള. അതുപോലെ നമ്മുടെ വാഴ എടുക്കുവാണെങ്കിൽ അത് ഹാഷർ വന്നു, വേറൊരു ടീം, അങ്ങനെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ടീമിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് നല്ല സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ വിനീതേട്ടന്റെ അടുത്തൊന്നും ഞങ്ങൾക്ക് ഇങ്ങനൊരു ടീമിനെ വെച്ചിട്ട് ഒരു പടം പ്രതീക്ഷിക്കാവോ? സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടീമിനെ വെച്ച്. ഞാൻ സോഷ്യൽ മീഡിയ ടീമിലേക്ക് ഇറങ്ങിയാലോ? അത് നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ഒരു ടീം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മലർവാടി ആർട്സ് ക്ലബ് എന്നുള്ള ഒരു ഇത് അതൊരു ടീം അല്ലെങ്കിൽ പോലെ കൊണ്ടുവന്ന ഒരാളാ. അപ്പൊ അല്ലേ, ഒബ്സർവേഷൻ കൊള്ളാം. അല്ല, ഞാൻ എന്തിനാന്ന് പറഞ്ഞ ഞാൻ എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞ. പക്ഷെ ഞാൻ വിചാരിച്ച എന്റെ ഒബ്സർവേഷൻ കൊള്ളാം. ചേച്ചി നല്ല ഒബ്സർവേഷൻ ഇത്. അപ്പൊ ഞാൻ വിചാരിച്ചു നേരത്തെ എനിക്ക് മാത്രമാണ് മറ്റേ കട്ടാവുന്നേന്ന്. അപ്പൊ നിങ്ങൾക്കും കട്ടാവുന്ന സമാധാനമുണ്ട്. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർക്ക് ഇതാണ്. പക്ഷെ അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞോണ്ടിരുന്നത്? മലർവാടി ആർട്സ് ക്ലബ്ബ് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന ഒരു ടീമായ ഒരു ഗ്രൂപ്പ് ഓഫ് നമുക്ക് ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതേപോലെ ഇതല്ലാതെ വിനീതേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും? ഞാൻ ഇനി ആരെയും കൊണ്ടുവരുന്നില്ല. എന്നെ ആരെങ്കിലും കൊണ്ടുപോകും. സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയാലോ? എവിടെ ഞാൻ ചിരിക്കുന്നുണ്ട്. ഒച്ച വരാത്തതാ, ക്ഷീണായിരുന്നു. എനിക്ക് നിങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷെ നാളെ ഓൾറെഡി വന്നിരുന്നപ്പോഴേ പറഞ്ഞു നാളെ പ്രോഗ്രാം ഉണ്ടെന്ന്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ടിക്കറ്റ് എടുത്ത് വരൂ, പാസ് ചോദിക്കരുത്. മലയാളികൾ പാസ് ചോദിക്കുന്ന പരിപാടി നിർത്തണം. ഷാൻ റഹ്മാൻ, അതെ അതെ, അവൻ എത്ര സ്റ്റോറി ഇടുന്നുണ്ട്. എല്ലാരും പോയി ടിക്കറ്റ് എടുക്കുക. ഫ്രീ പാസ് ഇല്ല ഗൈസ്, എല്ലാരും സ്വന്തമായി ടിക്കറ്റ് എടുത്ത് പോയി. അതുപോലെ സ്വന്തമായിട്ട് തിയേറ്ററിൽ പോയിട്ട് നമ്മുടെ ഒരു ജാതി ഒരു ജാതകം കാണാം. ഒരു ജാതി ഒരു ജാതകല്ല, ഒരു ജാതി സോറി, ഒരു ജാതി ഞാൻ പറഞ്ഞില്ലേ കട്ടാവുന്ന SNDP മീറ്റിംഗിന് പോയിട്ട് വരാം. മഞ്ഞ ക്യാൻവാസിൽ ഒരു ജാതി ഒരു മതം എന്ന് എനിക്ക് മനപ്പൂർവ്വമാണോ? ഒരു ജാതി ഒരു ജാതകം അങ്ങനെ വായിക്കാം. എന്റെ ഒരു ജാതി ഒരു ജാതകം കിടിലനാവട്ടെ, അടിപൊളിയാവട്ടെ. വീണ്ടും തെറ്റിച്ചു, അത് മനഃപൂർവ്വം തെറ്റിച്ചാണ്. ഒരു ജാതി ഒരു ജാതി ജാതകം സമാധാനം, അത് കിടിലനാവട്ടെ. അപ്പൊ നമുക്ക് 20 മിനിറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.